ഇന്ന് ഞാനൊരു കൊഴുവ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നാക്കണത്. അതിനുവേണ്ടി കൊഴുവ മുളകും മഞ്ഞളും ഒക്കെ പുരട്ടി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിൽ കടുക് ഇട്ട് കൊടുക്കാം, കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ അരിഞ്ഞിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ വെളുത്തുള്ളി നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലേണ്ടത് നല്ലതാണ്. അതുകൊണ്ട് പിന്നെ അധികം ഇത് വാട്ടിയും കൊടുക്കണ്ട, കുറച്ച് നേരം ഒന്ന് വാട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് മുളകും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാൻ ഇതിലോട്ട് ഒരു 2 സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എന്നിട്ട് നല്ലോണം വാട്ടാം. ഞാനിത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കണത്. എന്നിട്ട് ഇത് നല്ലോണം വാടിക്കഴിയുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് ചൊറുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൊറുക്ക് ഒഴിച്ചെടുക്കുന്നത് എപ്പോഴും നമ്മൾ അലൂമിനിയം പാത്രത്തിൽ ചൊറുക്ക് ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനിങ്ങനെയുള്ള ഇരുമ്പിൻ്റെ ചട്ടിയോ സ്റ്റീലിലോ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് ചൊറുക്ക് ഒഴിച്ച് കഴിയുമ്പോൾ അതിൽ ഉപ്പ് ഇട്ടിട്ട് ഈ കൊഴുവ വറുത്തതിട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ എന്നിട്ട് അതിലോട്ട് കുറച്ച് കായവും ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചാൽ ഉലുവയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൊഴുവച്ചാറ് റെഡി ആയിട്ടുണ്ട്.